നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2 ദിവസം മുൻപ് ഒരു രേഖ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു. ഇന്ന് രാവിലെ അത് വാർത്തയാക്കണം എന്ന് കരുതി തന്നെയാണ് ഓഫീസിലേക്ക് വന്നത്. അതീവ പ്രാധാന്യമുള്ള ഒരു രേഖ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എ പത്മകുമാറിനെ പെടുത്തിയതാണോ എന്ന രേഖ നോക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം. ഏറ്റവും വിവാദമുണർത്തിയ ആ മിനിറ്റ്സിൽ പത്മകുമാർ സ്വന്തം കൈപ്പടിയിൽ ഒരു തിരുത്ത് നടത്തി എന്ന വാർത്തയായിരുന്നു കേരളം ഞെട്ടലോടെ കേട്ടത്. കട്ടിലയിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ എന്നത് വെട്ടി ചെമ്പ് എന്ന് തിരുത്തി എഴുതിയ വലിയ വില്ലനായി നമ്മൾ പത്മകുമാറിനെ കണ്ടിരുന്നു. എന്നാൽ രേഖ പുറത്തു വരുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നു. പത്മകുമാർ ആ മിനിറ്റ്സ് വെട്ടിയെഴുതി. ചെമ്പുപാളികൾ എന്ന് വെട്ടിയെഴുതിയത് പത്മകുമാർ തന്നെയാണ്. എന്നാൽ പത്മകുമാർ വെട്ടിയെഴുതിയത് സ്വർണ്ണപ്പാളികളല്ല, പകരം പിത്തള എന്നിടത്താണ് വെട്ടി ചെമ്പുപാളികൾ എന്നെഴുതിയത്. ഇതാണ് ആ ഡോക്യുമെൻ്റ്. ശബരിമല ദേവസ്വം ശ്രീകോവിലിൻ്റെ കട്ടിളയിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികളിൽ സ്വർണം പൂശുന്ന സംഗതി. ആദ്യം അതിലെഴുതിയിരുന്നത് ശബരിമല ദേവസ്വം ശ്രീകോവിലിൻ്റെ കട്ടിളയിൽ പൊതിഞ്ഞിട്ടുള്ള പിത്തളയിൽ സ്വർണം പൂശുന്ന സംഗതി എന്നായിരുന്നു. എ പത്മകുമാർ ആ മിനിറ്റ്സിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഒപ്പം ദേവസ്വം സെക്രട്ടറിയും ശങ്കർദാസും വിജയകുമാറും ആ മിനിറ്റ്സിൽ ഒപ്പുവെച്ചിരിക്കുന്നു. ചുരുക്കത്തിൽ സ്വർണ്ണപ്പാളി വെട്ടിയെഴുതി എന്ന കുറ്റകൃത്യം നിലനിൽക്കില്ല പത്മകുമാറിൻ്റെ പേരിൽ. ഇതായിരുന്നു പത്മകുമാറിനെതിരെ ഏറ്റവും ഗൗരവതരമായ ഒരു കുറ്റകൃത്യമായി നമ്മൾ കണക്കാക്കിയിരുന്നത്. എല്ലാ കുറ്റവും പത്മകുമാറിൽ ചാർത്തി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി നടത്തിയത്. എന്നാൽ താൻ പലതും വെളിപ്പെടുത്തുമെന്ന പത്മകുമാറിൻ്റെ സൂചന, അദ്ദേഹം എഴുതിയ ആത്മകഥ, ഇതോടെ പാർട്ടി മൊത്തത്തിൽ ഞെട്ടിത്തരിച്ചു. വലിയ വെളിപ്പെടുത്തലുകളുടെ ഒരു ബോംബായിരിക്കും തൻ്റെ ആത്മകഥ എന്ന സൂചന പത്മകുമാറിനോട് അടുത്ത സുഹൃത്തുക്കൾ തന്നെ കേരളത്തിന് നൽകി. അത് പിണറായി വിജയനെ അടക്കം വിറപ്പിച്ചു. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി CPM ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിനെ പുറത്താക്കുമെന്നായിരുന്നു നേരത്തെ പാർട്ടി പറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ ജില്ലാ കമ്മിറ്റി കൂടി പത്മകുമാറിനെതിരെ ഒരു സസ്പെൻഷനിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ കുറ്റപത്രം വരുമ്പോൾ അതിൻ്റെ ഗൗരവം അനുസരിച്ചായിരിക്കും ഇനി ബാക്കി നടപടി എന്ന് ജില്ലാ കമ്മിറ്റി വിശദീകരിച്ചു. കുറ്റപത്രത്തിൽ ഗുരുതര പരാമർശമുണ്ടെങ്കിൽ വിശദീകരണം ചോദിക്കുകയും പുറത്താക്കൽ വരെയുള്ള നടപടികളിലേക്കും കടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFിന്റെ വലിയ തോൽവിക്ക് കാരണമായി എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇത് കണക്കിലെടുത്താണ് സംസ്ഥാന സമിതി ജില്ലാ കമ്മിറ്റിയോട് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടത്. ഇക്കഴിഞ്ഞയാഴ്ച ഇത്തരമൊരു നിർദ്ദേശം ജില്ലാ കമ്മിറ്റിക്ക് കിട്ടി. അന്നു മുതൽ പത്മകുമാറിനെ പുറത്താക്കുമെന്ന സൂചന പാർട്ടി നേതാക്കൾ തന്നെ നൽകുന്നു. ഇതിനെ തുടർന്നാണ് പത്മകുമാറുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ 2018 യുവതീ പ്രവേശനത്തിലെ അറിയാക്കഥകൾ പുറത്തേക്ക് വിട്ടത്. CPM എക്കാലവും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം. യുവതീ പ്രവേശനത്തിന് പിന്നിലെ വാസ്തവവും സത്യവുമൊക്കെ പത്മകുമാർ വെളിപ്പെടുത്തിയാൽ അത് പലരുടെയും മുഖം മൂടി വലിച്ചു കീറപ്പെടുന്ന ഒരു സംഭവമാകും. പിണറായി വിജയൻ അടക്കം മുച്ചൂടും പെടും. തനിക്കെതിരെ കടുത്ത നടപടിയെടുത്താൽ വലിയ ബോംബ് പൊട്ടിക്കുമെന്ന സൂചന തന്നെ പാർട്ടിക്ക് നൽകിക്കൊണ്ടാണ് പത്മകുമാർ തിരിച്ചടിച്ചത്. ഇതോടെ പാർട്ടി അട്ടപടലം വിറച്ചു. ഒടുവിൽ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക് പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗം 2 മാസത്തിനകം സ്വർണ്ണക്കൊള്ള കേസിൽ കുറ്റപത്രം വരും. അപ്പോൾ മാത്രമല്ലേ പത്മകുമാർ ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. അതുവരെ നമുക്ക് എങ്ങനെ പൂർണ്ണ നടപടി എടുക്കാൻ കഴിയും? ചോദ്യം ചോദിക്കേണ്ടി വന്ന ഗതികേട് തോമസ് ഐസക്കിന്. 2019 ശബരിമല ശ്രീകോവിലിൽ നിന്ന് സ്വർണ്ണക്കൊള്ള നടത്തിയ കേസിൽ 10ാം പ്രതിയാണ് എ പത്മകുമാർ. അറസ്റ്റിലായി 90 ദിവസമാണ് അദ്ദേഹം ജയിലഴിക്കുള്ളിൽ കഴിഞ്ഞത്. ഒരു ഘട്ടത്തിലും പത്മകുമാർ പാർട്ടി നേതാക്കളെ തള്ളിപ്പറഞ്ഞില്ല. പാർട്ടിയിലെ തലമുതിർന്ന നേതാക്കൾ പത്മകുമാർ തങ്ങളെ ഒറ്റുകൊടുക്കുമോ എന്ന ഭയത്തിലായിരുന്നു. ഒരുപക്ഷെ അന്നത്തെ CPM നേതൃത്വം മാത്രമല്ല, ഭരണകൂടം നിയന്ത്രിച്ചിരുന്ന പിണറായി വിജയനുമൊക്കെ അക്ഷരാർത്ഥത്തിൽ വിറച്ചിരുന്നു. എ പത്മകുമാർ എന്തെങ്കിലും സത്യം തുറന്നു പറഞ്ഞാൽ പത്മകുമാറിൻ്റെ മൊഴി തന്നെയാവും പാർട്ടിയെ അടപടലം വീഴിക്കുക. UDFും BJPയും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് എ പത്മകുമാറിന് നേരെ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തി. മറുവശത്ത് പാർട്ടിയുടെ ചില നേതാക്കൾ പരസ്യമായി പത്മകുമാറിനെതിരെ പ്രസംഗിച്ചു. എന്നിട്ടും പത്മകുമാർ പാർട്ടിയെ തള്ളിപ്പറഞ്ഞില്ല. പത്മകുമാറിനെ പാർട്ടി സംരക്ഷിക്കുകയായിരുന്നു എന്ന ആരോപണം ഒരു കൂട്ടർ ഉയർത്തി.
എക്കാലത്തും പാർട്ടിയുടെ പപ്പേട്ടൻ പിണറായി വിജയന് പത്തനംതിട്ട ജില്ലയിൽ വേരോട്ടമുണ്ടാക്കിയ പാർട്ടിയുടെ ഏറ്റവും സമുന്നത നേതാവ്. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ പിണറായി പക്ഷത്തെത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചയാളാണ് എ പത്മകുമാർ. എന്നാൽ 2018 യുവതി പ്രവേശന വിഷയം മുതൽ അദ്ദേഹം പിണറായി വിജയനുമായി മാനസികമായി അകന്നു. 1982 പത്തനംതിട്ട ജില്ല രൂപം കൊണ്ടതിന് ശേഷമുള്ള ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു പത്മകുമാർ. 36 വർഷം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ വീണ ജോർജിനെ സംസ്ഥാന കമ്മിറ്റിയിൽ ക്ഷണിതാവാക്കിയതിൽ പ്രതിഷേധിച്ച് സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. നിലവിലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയതുമില്ല. ജില്ലാ കമ്മിറ്റി എടുത്ത സസ്പെൻഷൻ തീരുമാനം താൻ അംഗീകരിക്കുന്നുവെന്നാണ് പത്മകുമാർ പാർട്ടിയോട് പറഞ്ഞത്. സ്വർണ്ണക്കൊള്ള കേസിന്റെ ജാമ്യ വ്യവസ്ഥകൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃത്യമായി പ്രതികരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മുൻപ് VS പക്ഷത്തിന് സ്വാധീനമുണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പിന്നീട് പിണറായി പക്ഷത്തെത്തിയെങ്കിൽ അതിനൊരൊറ്റയാൾ മാത്രം. അതാണ് പത്മകുമാറിന്റെ പാർട്ടിയിലെ പ്രവർത്തനം. ശബരിമല യുവതീ പ്രവേശന കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് തന്റെ ആത്മകഥയിലൂടെ പത്മകുമാർ പുറത്തുവിടും. വലിയ ഗൂഢാലോചനയാണ് ആ കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്ന് പത്മകുമാർ തന്റെ അടുപ്പക്കാരോട് പറഞ്ഞു. നവോത്ഥാന നായകനാകാൻ ശ്രമിച്ച പിണറായി വിജയന് സംഭവിച്ച പാളിച്ചയായിരുന്നു അന്നത്തെ യുവതീ പ്രവേശന വിഷയം. 2019 ജനുവരി 1 മകരവിളക്ക് തീർത്ഥാടന കാലം. പോലീസ് സംരക്ഷണയിൽ ബിന്ദു അമ്മിണിയും കനകദുർഗയും സന്നിധാനത്ത് പ്രവേശിച്ച ആ ദിനം വലിയ അട്ടിമറികളാണ് അവിടെ സംഭവിച്ചത്. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ, ശബരിമലയുടെ സുരക്ഷാ ചുമതലയുള്ള IGS ശ്രീജിത്ത്, ഇവർ രണ്ടുപേരെയും അന്ന് ശബരിമലയിൽ നിന്ന് ചിലർ ആസൂത്രിതമായി ബോധപൂർവം മാറ്റി നിർത്തി. തന്റെ വീട്ടിലെ യുവതികളാരും ശബരിമല ദർശനത്തിന് പോകില്ല എന്ന് പരസ്യമായി പ്രതികരിച്ചയാളാണ് എ പത്മകുമാർ. കടുത്ത അയ്യപ്പ ഭക്തനാണ് IG ശ്രീജിത്ത്. ഇവർ രണ്ടുപേരെയും സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ യുവതീ പ്രവേശനം എളുപ്പമാകുമെന്ന് CPM തലപ്പത്തുള്ളവർ കരുതി. ഒപ്പം ഭരണകൂടം നിയന്ത്രിക്കുന്നവരും. 2019 ജനുവരി 1 ഉച്ചയ്ക്ക് ശേഷം പത്മകുമാർ സന്നിധാനത്തേക്ക് സ്വാമി അയ്യപ്പൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഫോൺ കോൾ. ഭരണ നേതൃത്വത്തിലുള്ള ഓഫീസിലെ ഒരു ഉന്നതൻ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കുന്നു. യാത്ര പകുതി ദൂരം പിന്നിട്ടിരുന്നു. ഒരു ദുരൂഹ ഫോൺ വിളിയാണ് തന്നെ തേടി എത്തിയത് എന്ന് അടുത്ത സുഹൃത്തുക്കളോട് പത്മകുമാർ പറഞ്ഞു. സന്നിധാനത്തേക്ക് പോകുന്നത് നിർത്തി അടിയന്തരമായി തിരുവനന്തപുരത്തെത്തി പാർട്ടിയിലും ഭരണത്തിലും ഒരുപോലെ സ്വാധീനമുള്ള പ്രധാനപ്പെട്ട ഒരാളെ കാണണം. ഇതായിരുന്നു സന്ദേശം. ഇതനുസരിച്ച് പാവം പപ്പേട്ടൻ യാത്ര നിർത്തിവെച്ച് രാത്രി 1 മണിയോടെ പാഞ്ഞ് തിരുവനന്തപുരത്തെത്തി. ആ ഉന്നത നേതാവിൻ്റെ വീട്ടുപടിക്കലെത്തി. പക്ഷെ ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല. സുരക്ഷാ ജീവനക്കാർ അദ്ദേഹത്തെ തടഞ്ഞു. ചെല്ലാൻ നിർദ്ദേശിച്ചയാളെ ഫോണിൽ തുടർച്ചയായി പത്മകുമാർ വിളിക്കുന്നു. പക്ഷെ ഫോൺ എടുക്കുന്നില്ല. പിറ്റേന്ന് രാവിലെ 5:30 നേതാവ് നടക്കാനിറങ്ങുമ്പോൾ കാണാം എന്ന് പോലീസ് അറിയിക്കുന്നു. തുടർന്ന് രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് TV വെച്ച് നോക്കിയ പത്മകുമാർ കാണുന്നത് ബിന്ദു അമ്മിണിയും കനകദുർഗയും സന്നിധാനത്തെത്തിയ വാർത്ത. തന്നെ ഇങ്ങനെ ബോധപൂർവം തള്ളിവിട്ടതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ബോധ്യമായി പത്മകുമാറിന്. പത്മകുമാർ ഉടൻ തന്നെ ആ ഉന്നത നേതാവിൻ്റെ അടുക്കലെത്തി. തന്നോട് ഈ ചതി വേണ്ടായിരുന്നു എന്ന് ആ മുഖത്ത് നോക്കി പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി രാജിവെക്കാനുള്ള കത്തുമായി നാട്ടിലെ ഒരു അടുപ്പക്കാരനെ കണ്ടു. എങ്കിലും ഏറ്റവും വേണ്ടപ്പെട്ടവർ സമ്മതിക്കാത്തതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചില്ല. വിശ്വാസിയായ IG ശ്രീജിത്തിനെ അന്നേ ദിവസം പോലീസ് ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചു വരുത്തിയിരുന്നു. അടിയന്തരമായി എത്തണമെന്ന മെസ്സേജ് കൊടുത്താണ് ശ്രീജിത്തിനെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ചത്. പത്മകുമാറിൻ്റെ ആത്മകഥ വെളിച്ചം കാണുന്നതോടെ ഇത്തരം സത്യങ്ങളൊക്കെ പുറത്തുവരും. മറുവശത്ത് അന്നവിടെ സമരം നടത്തിയ സംഘപരിവാർ സംഘടനകളും പിണറായി വിജയനും തമ്മിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉരുത്തിരിഞ്ഞിരുന്നു. ഞെട്ടിക്കുന്ന ആ ഒത്തുതീർപ്പ് ഫോർമുലയുടെ വിശദാംശങ്ങളും ഈ ആത്മകഥയിലുണ്ട്. ഇതുമാത്രമല്ല, പിണറായി വിജയനെ മുച്ചൂട് മുടിപ്പിക്കുന്ന നിരവധി സത്യങ്ങളാണ് പത്മകുമാർ തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇതുതന്നെയാണ് ആ വലിയ ബോംബ്. ഒടുവിലിത സസ്പെൻഷൻ എന്ന ഒരൊറ്റ നടപടിയിലൂടെ പിണറായി വിജയനും കൂട്ടരും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എ പത്മകുമാർ നിരപരാധിയാണോ എന്ന ചോദ്യം ചിലർ ഉയർത്തുന്നതും ഇത്തരമൊരു പശ്ചാത്തലത്തിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.